ഹായ്, എല്ലാവർക്കും നിതിൻസ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡയബറ്റീസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത വില്ലനെ പറ്റി ചെയ്യാൻ പോവുകയാണ്. ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BP അല്ലേ? ചിരിക്കണ്ട, കാരണം പച്ച മലയാളം ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ്. കാരണം നമ്മൾ മലയാളികൾ ആരും എനിക്ക് രക്തസമ്മർദ്ദത്തിന്റെ അസുഖമുണ്ടെന്ന് ഇന്ന് വരെ ഞാൻ ഒരിടത്തും പറഞ്ഞു കേട്ടത് എനിക്ക് BP ഉണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പച്ച മലയാളത്തിൽ BP എന്ന്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ വീഡിയോ. എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്ന അസുഖം? അതായത് ശരീരത്തിലെ രക്തക്കുഴലുകൾ സ്ഥിരമായി സമ്മർദ്ദം ഉയർത്തുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിലാണ് ബ്ലഡ് മുഴുവൻ കൂടിച്ചേരുന്ന സ്ഥലം. ഈ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം കൊണ്ടുപോകുന്നത് വെസലുകൾ അല്ലെങ്കിൽ ആർട്ടറി എന്ന് പറയുന്ന ഒരു ഞരമ്പുകൾ വഴിയാണ്. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ അത് രക്തക്കുഴലിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു. ഹൃദയം പമ്പ് ചെയ്യപ്പെടുമ്പോൾ രക്തക്കുഴലുകളുടെ അല്ലെങ്കിൽ ധമനികളുടെ, അതാണ് ഈ ആർട്ടറി എന്ന് പറയുന്നത്, ഭിത്തികൾ രക്തം തള്ളുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയാണ് ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇത് ഹൃദയത്തെയും തലച്ചോറിനെയും വൃക്ക അതുപോലെ മറ്റ് രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ലോകമെമ്പാടുമുള്ള 4/1 പുരുഷന്മാർക്കും അതുപോലെ തന്നെ 5/1 സ്ത്രീകൾക്കും ഈ അസുഖം ഉണ്ട്. ലോകമെമ്പാടുമുള്ള ഏകദേശം 30-നും 80-നും വയസ്സ് പ്രായമുള്ള ആളുകളിൽ ഏതാണ്ട് 1.28 ബില്യൺ മുതിർന്ന ആൾക്കാർക്ക് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖമുണ്ട്. ടെൻഷൻ ഉള്ള ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1.28 ബില്യൺ ആൾക്കാർക്ക് ഈ അസുഖമുണ്ടെന്ന്. അതിൽ ഏകദേശം 46% ആൾക്കാർക്കും തങ്ങൾക്ക് ഈ അസുഖമുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല. പിന്നെ ഏകദേശം ഒരു 42% ആൾക്കാര് അവർ കൃത്യമായിട്ട് ഈ അസുഖത്തെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട കൃത്യമായ ട്രീറ്റ്മെന്റുകൾ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരു 21% ആൾക്കാർക്ക് അത് നിയന്ത്രണ വിധേയമായിട്ട് പോകുന്നു. എങ്കിൽ പോലും അവർ മരുന്ന് കഴിക്കുന്നുണ്ടാവും. നിയന്ത്രണ വിധേയമാണെങ്കിലും ആ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ ലോകമെമ്പാടുമുള്ള അകാല മരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ടെൻഷനാണ്. ടെൻഷനുള്ള ആൾക്കാർക്ക് അതിന് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പോയി ബ്ലഡ് പ്രഷർ BP ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം. ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഒന്ന്, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ഇത് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ശാരീരികമായിട്ടും അത്ര ആക്റ്റീവായിട്ട് അല്ലാത്ത നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ചറിഞ്ഞെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർ, അതാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമം, കാലം തെറ്റിയുള്ള ഭക്ഷണക്രമവും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉപ്പിന്റെ സാന്നിധ്യം വളരെ കൂടുതലുള്ളപ്പോഴും ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് മദ്യപാനവും പുകവലിയും. ഇത് രണ്ടും എല്ലാ അസുഖങ്ങൾക്കും കാരണങ്ങൾ തന്നെയാണ്. ഈ ഹൈപ്പർ ടെൻഷൻ അതൊരു കാരണം തന്നെയാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമവും അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മദ്യപാനം ഇതുമൊക്കെ ഉപേക്ഷിക്കൽ, പിന്നെ നല്ല ആക്റ്റീവായിട്ടിരിക്കുക തുടങ്ങിയ ജീവിത ശൈലി മാറ്റങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. കാരണം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരും. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുമുള്ള ഒരു പ്രത്യേകതയാണത്. ഇത് രണ്ടും നമുക്ക് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരും. അതുപോലെ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ട മറ്റു പല അസുഖങ്ങളുണ്ട്. നമുക്ക് പിന്നീട് എവിടെയെങ്കിലും മറ്റു വീഡിയോകളിൽ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നമ്മൾ ബ്ലഡ് പ്രഷർ എപ്പോഴും എഴുതുമ്പോൾ 2 നമ്പറുകൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 120/80, അതാണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിന് 2 സംഖ്യയുണ്ട്, ഒന്ന് 120 ഉണ്ട്, പിന്നെ ഒരു 80 ഉണ്ട്. എന്താണ് ഈ 2 നമ്പറുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ നമ്പർ, അതായത് ഈ 120 ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ, അതായത് സിസ്റ്റോളിക് പ്രഷർ എന്നാണ് അതിന് പറയുന്നത്. ഹൃദയം ചുരുങ്ങുകയോ അല്ലെങ്കിൽ മിടിമിടിക്കുകയോ ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിലെ മർദ്ദത്തെ പ്രതിനിധീകരിക്കുന്നതാണ്
ഈ സിസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ. ഓക്കെ, രണ്ടാമത്തേതിന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് പറയുന്നത്. ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് ഹൃദയം സ്പന്ദനങ്ങൾക്കിടയിൽ വിശ്രമിക്കുമ്പോൾ വെസലുകളിലെ മർദ്ദത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ രണ്ടാമത്തെ ഡയസ്റ്റോളിക് എന്ന് പറയുന്ന പ്രഷർ. 2 വ്യത്യസ്ത ദിവസങ്ങളിൽ രക്തസമ്മർദ്ദം അളക്കുമ്പോൾ 2 ദിവസങ്ങളിലെയും സിസ്റ്റോളിക് പ്രഷർ 140 മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസങ്ങളിലെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 90 മുകളിലാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ബ്ലഡ് പ്രഷർ അളക്കുന്ന ഉപകരണത്തെ കുറിച്ച് പറയണമല്ലോ. ഇത് മെർക്കുറിക്കും ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മെർക്കുറിക്കാണ്. അതിന് പറയുന്ന പേര് സ്പെക്നോ മാനോമീറ്റർ എന്നാണ്. ഇത് മെർക്കുറിക് എഴുതുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 120/80 mm/Hg എന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ 16 കിലോ പാസ്കൽ അങ്ങനെയും എഴുതാറുണ്ട്. അപകട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അനാരോഗ്യകരമായ ഭക്ഷണക്രമം, അതായത് പറഞ്ഞല്ലോ സമയം തെറ്റിയുള്ള ഭക്ഷണക്രമം, അതുപോലെ തന്നെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പഴങ്ങള്, പച്ചക്കറികള് ഇവ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നവർക്കും ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിന്റെ നിഷ്ക്രിയത്വം, അതുപോലെ പുകയിലയും ഞാൻ മുമ്പേ പറഞ്ഞു, മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ. പിന്നെ അതുപോലെ തന്നെ അമിതമായ ഭാരം, പൊണ്ണത്തടി എന്നിവ ഒരു പ്രധാന അപകടകരമായ ഘടകമാണ്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് പ്രത്യേകിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, തലവേദന, കാഴ്ചമങ്ങൽ, നെഞ്ചുവേദന, മറ്റ് ലക്ഷണങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമാകാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ കാരണം ഇതുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അത് പരിശോധിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് ഞാൻ ഈ താഴെ പറയുന്ന കുറച്ച് ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. അത് ഉറപ്പൊന്നുമില്ല. ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഉള്ള ആൾക്കാർക്കും ഇല്ലാത്ത ആൾക്കാർക്കും BP ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇപ്പൊ താഴെ പറയുന്ന കാര്യങ്ങൾ ഉള്ള ആൾക്കാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കാണാൻ സാധ്യത കൂടുതലാണ്. അതായത് കഠിനമായ തലവേദന, നെഞ്ചുവേദന, തലകറക്കം, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഓക്കാനം, ഛർദി, മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ മറ്റ് കാഴ്ച മാറ്റങ്ങൾ, ഇതൊക്കെ. അതുപോലെ തന്നെ ഉത്കണ്ഠ, ആൻസൈറ്റി, പിന്നെ ആശയക്കുഴപ്പം, ചെവിയിലുള്ള മുഴക്കം, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് രക്തസ്രാവം, പിന്നെ അസാധാരണമായ ഹൃദയത്തിന്റെ താളം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അങ്ങനെയുള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഹൈപ്പർ ടെൻഷന്റെ ചികിത്സാ രീതികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഹൈപ്പർ ടെൻഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതായത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആരോഗ്യകരമായ ഭക്ഷണ രീതി, അതായത് കൃത്യസമയത്തുള്ള ഭക്ഷണ രീതി, അതിനകത്ത് ഉപ്പിന്റെ അംശം വളരെ കുറച്ച് ഉപയോഗിച്ചുള്ള ഭക്ഷണ രീതി, പിന്നെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കൽ, മുമ്പേ പറഞ്ഞായിരുന്നു ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ഇതുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന്. അപ്പൊ അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ശരീരത്തിന്റെ ഭാരം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നല്ല ആക്റ്റീവായിട്ട് അതായത് ഇരിക്കുക എന്നുള്ളതല്ല, ഇരിപ്പ് കൂടുതലും ഒഴിവാക്കുക, കൂടുതൽ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക. അതായത് എന്ത് കാര്യത്തിനും പെട്ടെന്ന് ചുറുചുറുക്കോടെ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ല, എന്ന് പറഞ്ഞ പോലെ ആക്റ്റീവായിട്ടിരിക്കുക. അതുപോലെ പിന്നെ ഒബിയസ്ലി നമ്മുടെ മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. പിന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് പോയി, ഏതെങ്കിലും ഡോക്ടറിന് കൂടുതലും ഫിസിഷ്യന്മാരാണ് ഇത് കൺട്രോൾ ചെയ്യാറ്, ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ അസുഖം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായ രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും 130/80 എന്ന നിലയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് മരുന്ന് കഴിച്ച് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണക്രമം ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ രക്തസമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ എനാപ്രിലിൻ, ലിസിനോപ്രിൽ എന്നിവയുൾപ്പെടെയുള്ള
ഇൻഹിബിറ്ററുകൾ രക്തക്കൊള്ളുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുകയും വൃക്കകളുടെ തകരാറിനെ തടയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലോസാർട്ടൻ, ടെൽമിസാർട്ടൻ എന്നിവ ഉൾപ്പെടെയുള്ള ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കറുകൾ രക്തക്കൊള്ളുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുകയും വൃക്കയുടെ തകരാറുകൾ തടയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അംലോഡെപ്പിൻ, ഫിലോഡെപ്പിൻ എന്നിവ ഉൾപ്പെടെയുള്ള കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ രക്തക്കൊള്ളുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഹൈഡ്രോക്ലോറാത്തിയോസൈഡ്, അതുപോലെ തന്നെ ക്ലോർതാലിഡോൺ എന്നിവ ഉൾപ്പെടെയുള്ള ഡയോറിറ്റിക്സ് ഇത് ശരീരത്തിൽ നിന്ന് അധികമായിട്ടുള്ള ജലം ഇല്ലാതാക്കുകയും രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രതിരോധത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ മാറ്റങ്ങൾ വരുത്തുമെങ്കിലും മരുന്ന് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം മരുന്ന് കഴിക്കുകയും ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിലും മറ്റ് ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതായത് കൂടുതലായിട്ടും പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഒത്തിരി ഇരിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ നമ്മൾ ഇരുത്തം കുറഞ്ഞിട്ട് നമ്മൾ കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. മറ്റു പല ജോലികളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ ശാരീരികമായിട്ട് നല്ല ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യണം. അത്യാവശ്യം ഓടുകയോ നടക്കുകയോ പിന്നെ അല്ലെങ്കിൽ നീന്തുക. ഇതൊക്കെ നമ്മുടെ പൊണ്ണത്തടി അല്ലെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുകയും നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. അതായത് വളരെയധികം ഉപ്പിട്ട ഭക്ഷണങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ തിന്നുകയെന്നുള്ളത്. അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ പുകവലി, അത് മുമ്പേ പറഞ്ഞതാണ്, പുകവലി, മദ്യപാനം. പിന്നെ മദ്യപാനം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോ WHO പറയുന്ന അനുസരിച്ചാണെങ്കിൽ പ്രതിദിനം ഒരു ദിവസം സ്ത്രീക്ക് പരമാവധി 1 പെഗും പുരുഷന്മാർക്ക് 2 പെഗും ഇത്രയും കഴിക്കാമെന്നാണ് WHO പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു അത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. കാരണം അവരുടെ ശരീരപ്രകൃതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നത് ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കയുടെ തകരാറുകൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ തടയുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്ന, പച്ച മലയാളത്തിൽ BP എന്ന് പറയുന്ന അസുഖം. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഈ അസുഖത്തെ നമുക്ക് ജീവിതാവസാനം വരെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറ്റ് അസുഖങ്ങൾ പോലെ അല്ല ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. അത് നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും നമുക്ക് ഈ മരുന്ന് കഴിക്കേണ്ടി വരും. നമ്മുടെ ഡോക്ടറെ കണ്ട് നല്ല മരുന്നുകൾ വാങ്ങി അത് കൃത്യമായി കഴിച്ച് നമുക്ക് ഈ അസുഖത്തെ കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും താങ്ക് യു.